പൂമുഖഭംഗിയതാരിലുമില്ല കോമളനാം നബി യൂസുഫിലില്ല കാമിനിമാരിലും ഈ മുഖമില്ല പൂമുഖഭംഗിയതാരിലുമില്ല കോമളനാം നബി യൂസുഫിലില്ല കാമിനിമാരിലും ഈ മുഖമില്ല മയിലുകളും കണ്ടവരെങ്കിൽ മറന്നിടുമകിലം ഈ മുഖമേനി മൗലാന മൗലൽ ആലമീൻ സയ്യിദ് അദ്നാനി മശ്രിഖിലും മഗ്രിബിലും നബി ശംസുൽ ഹുദാ ഫീ കുല്ലി സമാനി മഹ്ശറിലെ പുണ്യ ശഫാഅത്തിന്റെ യജമാനി. സാറ് പുതിയ കാര്യങ്ങൾ പറഞ്ഞു. ഇന്ന് ആദ്യ അനുഭവമായിരുന്നു. പരസ്പരം ഇങ്ങനെ ആ ടോക്ക് ആദ്യമായിട്ടാണ് വാദിക്കണം. ഈ രാഷ്ട്രീയക്കാർ ഈ അന്തിച്ചർച്ചയിലൊക്കെ പറയുന്നത് പോലെ നമ്മളെ വാദങ്ങൾ എങ്ങനെ എന്തടിസ്ഥാനത്തിലും വിജയിപ്പിക്കുക എന്നുള്ള ഒരു ഇത് അതിലുണ്ട്. പിന്നെ സാറ് കുറേ ടെക്നിക്കുകൾ പറഞ്ഞു. ഫസ്റ്റത്തത് ഒരു സെൻറ്റൻസ് ഫുള്ളായിട്ട് വായിക്കുക. ആ സെൻറ്റൻസ് വായിക്കുന്നതിലൂടെ ഒരു വാക്കിനൊരു ഒഴുക്കുണ്ടാവും. പിന്നെ ഹൈലൈറ്റർ ഉപയോഗിച്ചിട്ട് നോട്ട് നമ്മളിതുവരെ ഉപയോഗിക്കാത്ത നമ്മൾ കണ്ടുപരിചയമില്ലാത്ത വാക്കുകൾ ഹൈലൈറ്റ് ചെയ്യുക. ഞാൻ അത് പണ്ട് കരുതിയതായിരുന്നു ഒരു നോട്ടിക്ക് എഴുതണം എന്നൊക്കെ കരുതിയിരുന്നു. നമ്മൾ എടുക്കണ പണി ഗുമസ്ത പണി ആയതുകൊണ്ട് ഞാൻ ഇന്ന് ആ നോട്ട് ഇവിടെ കൊണ്ടുവന്നത് ഞാൻ ഇന്ന് ഇവിടെ വന്നിട്ടാണ് വിഷയം എന്താണെന്ന് അറിയുന്നത്. അപ്പോൾ എഴുതിണ്ടാക്കിയ നോട്ടാണ്. സാധാരണ ഒരാഴ്ച മുമ്പ് പ്രാക്ടീസ് ചെയ്ത് ചെയ്യേണ്ടതാണ്. ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ വളരെ പ്രധാനപ്പെട്ടത് എന്ന് കരുതുന്ന പലതും മാറ്റി വയ്ക്കേണ്ടതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ എത്തിയിട്ടുള്ളതാണ്. പിന്നെ ഹമ്മിങ് അതൊക്കെ ചെയ്യുമ്പോൾ തന്നെ വോയിസിനൊക്കെ ഒരു വ്യത്യാസം ഉണ്ടാവാറുണ്ട്. ആളുകൾ സാധകം ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ഭാഗമാണിത്. അതുപോലെ എല്ലാവരും നന്നായി സംസാരിച്ചു. കുറേ ആളുകൾ പുതിയതാണ്. മുസാജി അങ്ങനെ 2-3 ആളുകളെ അറിയുന്നതുള്ളൂ. എല്ലാവർക്കും ഈ രാജകീയ കല സ്വായത്തമാക്കാൻ കഴിയട്ടെ എന്നും പിന്നെ ഇതിൽ ഈ പ്രസംഗത്തിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം സ്ഥിരമായിട്ട് വരിക എന്നുള്ളതാണ്. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും വരിക എന്നുള്ളതാണ്. പരിപാടി വളരെ ഹൃദയമായ പരിപാടിയായിരുന്നു. മുഖാമുഖമുള്ള പരിപാടി ഒരു വേറിട്ടൊരു സംഭവമായി മാറി. നമ്മൾ ക്ലാസ്സിൽ വന്നേരം വരെ അങ്ങനെ സംഭവം കണ്ടിട്ടില്ലായിരുന്നു. നല്ലൊരു പരിപാടിയായി. അതിൽ പ്രത്യേകം ഉണ്ടായിരുന്നത് ഒരു ഡിബേറ്റ് സെക്ഷനാണ്. പിന്നെ പരിചയപ്പെടുത്താൻ ഉള്ള കാര്യം പറഞ്ഞു. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഒരു സുഹൃത്തിനെ പോലെ ഒരു സഹോദരനെ പോലെ ഫൈസൽ സാർ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ ഇന്ന് ആശംസ പറഞ്ഞിട്ടാണ് വിട്ടത് 2 പേര്, നാരായണ സാറിനെയും ഇക്ബാൽ സാറിനെയും. നല്ല കാര്യം. എല്ലാവരും നന്നായി പ്രസംഗിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ആ ബുക്ക് വായിക്കാൻ പറഞ്ഞു, വേർഡ് നോട്ട് ചെയ്യാൻ പറഞ്ഞു. ആദ്യത്തെ പരിപാടി മുഖാമുഖം അത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതിനുശേഷം പിന്നെ ഹമ്മിങ് അതിൻ്റെ ഓരോ വാക്കുകൾ, പിന്നെ സെൻസിബിലിറ്റി അത് രണ്ടും അത്യാവശ്യമാണ്. പിന്നെ എന്ത് പരിപാടിക്ക് പോകുമ്പോൾ നമ്മളൊരു തയ്യാറെടുത്ത് പോയാൽ അവിടെ പോയിട്ട് വല്ലാതെ ചെയ്യാണ്ടിരിക്കാൻ പറ്റും. കുറച്ചെങ്കിലും ഒരു തയ്യാറെടുപ്പ് ഉണ്ടെങ്കിൽ. പിന്നെ ഞാൻ കണക്കിൽ വളരെ മോശമായിരുന്നു. അപ്പോൾ ഈ പുല്ലാനിക്കാട്ട് അംസാജി ചെയ്യുന്ന കണക്ക് നോക്കിയിട്ടാണ് ഞാനും ചെയ്യാറ്. ഇത് മാഷ്ക്കറിയാം. അങ്ങനെ ഒരു ദിവസം മാഷ് എന്നെ പിടിച്ച് ബോർഡിൻ്റെ അവിടെ കൊണ്ട് ഒറ്റയ്ക്ക് കണക്കും തന്നിട്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഞാനങ്ങനെ അതേമാതിരി ഇന്നിപ്പോൾ ഫൈസൽ സാർ ഇദ്ദേഹത്തിന് മാത്രം വളരെ നന്നായി. ഞങ്ങൾക്ക് എങ്ങനെയൊരു ധൈര്യം വരുന്നുണ്ട്. ഇപ്പോൾ നല്ലൊരു ക്ലാസ് ആയിരുന്നു ഇന്ന്. കാരണം ഇതുപോലെ 10-15 ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്രയും നല്ലൊരു ക്ലാസ് ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ എന്ന് തോന്നുന്നില്ല. അത്രയും നല്ല ക്ലാസ്സായിരുന്നു. എല്ലാവരും സൗഹൃദത്തിലിരുന്ന് പിന്നെ ഇന്ന് പഠിച്ച എല്ലാ കാര്യങ്ങളും എത്രയോ ഉഷാറാണ്. കാരണം എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ പ്രസംഗ കലയോട് ബന്ധപ്പെട്ട് ഏറ്റവും നല്ല ഗുണകരമായ കാര്യം തന്നെയാണ്. ഇപ്പോൾ എനിക്ക് തോന്നുക ആദ്യം ഈ മൈക്കിനോട് എന്തോ ഒരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നും കൂടി ഇന്ന് അടുത്തതുപോലെ തോന്നുക. ഇന്നത്തെ ക്ലാസ്സിൽ തികച്ചും വ്യത്യസ്തമായ ചില നോട്ട്സുകളും മറ്റും നമുക്ക് ഫൈസൽ സാറ് തന്നിട്ടുണ്ട്. തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ ടിപ്സുകളും നോട്ട്സുകളും പഠിച്ചതിന് ശേഷം മാത്രം ക്ലാസ്സിൽ വന്നാൽ മതി എന്നാണ് സാറിന് നിർദ്ദേശം. അതിൽ പ്രധാനമായിട്ടും സാറ് പറഞ്ഞത് നമ്മുടെ വായന എങ്ങനെയാവണമെന്നതിനെ കുറിച്ചാണ്.
വാക്കുകൾക്ക് പകരം ഓരോ സെൻറ്റൻസുകളാക്കി വായിച്ചാൽ മാത്രമേ അത് നമ്മുടെ മനസ്സിലും ഹൃദയത്തിലും പതിയുകയുള്ളൂ എന്നാണ് സാറ് പറഞ്ഞത്. അത് നമുക്ക് എന്നെ സംബന്ധിച്ചോളം സാറ് ഫീഡ്ബാക്ക് പറഞ്ഞതിൽ എനിക്കുള്ള വലിയൊരു അപാകതയായി സാറ് ചൂണ്ടിക്കാണിച്ചത് ഈ സെൻറ്റൻസാക്കി വായിക്കുന്നില്ല അല്ലെങ്കിൽ പറയുന്നില്ല എന്നാണ്. അത് ഞാൻ തീർച്ചയായും ഞാൻ ഉൾക്കൊണ്ട് എൻ്റെ ശൈലിയിൽ മാറ്റം വരുത്താൻ ശ്രമിക്കും. പിന്നെ ഇന്നത്തെ ക്ലാസ്സിൽ സ്വരശുദ്ധിയെക്കുറിച്ചും ശ്വാസോച്ഛ്വാസ വ്യായാമത്തെക്കുറിച്ചും സാറിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു. വളരെ വ്യത്യസ്തമായിരുന്നു. അതുപോലെ തന്നെ സാറിൻ്റെ ഓരോ പ്രസംഗം കഴിയുമ്പോഴുള്ള റിവ്യൂ നമ്മളെ അജ്മൽ സാറ് പറഞ്ഞ പോലെ ഞങ്ങൾക്ക് വളരെയധികം പ്രയോജനകരമാകുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ഒരു പ്രസംഗം കഴിയുമ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ എന്താണ് മാറ്റം വരുത്തേണ്ടതെന്നും എവിടെയാണ് നമ്മുടെ പോരായ്മകളെന്നും നമുക്ക് തിരിച്ചറിയാൻ ഇത്തരം ഫീഡ്ബാക്കുകളിൽ നിന്ന് ഞങ്ങൾക്ക് പഠിതാക്കൾ എന്ന നിലയിൽ ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. സംവാദമാണ്. ഞാൻ ഇതുവരെ 7ാമത്തെ ക്ലാസ്സാണ്, ഇതുവരെ സംവാദത്തിൽ പങ്കെടുത്തിട്ടില്ല. അപ്പോൾ ഇന്ന് അതിനൊരു അവസരം കിട്ടി. പക്ഷെ അത് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താൻ എനിക്ക് കഴിഞ്ഞില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ പാട്ട് പാടാൻ അറിയാത്തവർക്കും പാടാനുള്ളൊരു അവസരം, എനിക്കൊന്നും പാട്ട് പാടാൻ അറിയില്ല, അതിനുള്ളൊരു അവസരം കിട്ടി. അതിലൂടെ നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്.